ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പലതരം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ ആടുകൾ ഒരു കേസ് അന്വേഷിച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അതായത് ജോർജ് എന്നൊരു കർഷകനുണ്ട്. ഇയാൾക്ക് ആടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആടുകളെ സ്വന്തം മക്കളെ പോലെ തന്നെ ഇയാൾ വളർത്തുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഈ ആടുകളെ നോക്കും. അതുപോലെ തന്നെ ഈ ജോർജ് ഈ ആടുകൾക്ക് കുറേയധികം ഡിറ്റക്റ്റീവ് നോവലുകൾ പറഞ്ഞു കൊടുക്കും. ഈ ആടുകൾ ഇതെല്ലാം കേൾക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവരുടെ യജമാനായിട്ടുള്ള ജോർജ് മരണപ്പെട്ടു കിടക്കുകയാണ്. അതൊരു കൊലപാതകമാണെന്ന് ഈ ആടുകൾക്ക് മനസ്സിലായി. പിന്നീട് ആ ഒരു കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടി ആ ഫാമിലെ ആടുകൾ ഒരു അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. ഇതാണ് ഈ ഒരു കഥ. അവസാനത്തിൽ നല്ലൊരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് കേട്ടാ. അതുപോലെ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവി കൂടിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കഥ കാണാം. അപ്പൊ നേരെ പോകാം നമുക്ക് കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഇംഗ്ലണ്ടിലെ വളരെ ശാന്തമായ ഒരു ഗ്രാമപ്രദേശമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ നിന്നെല്ലാം കുറച്ച് അകലെ വിട്ടുമാറിയിട്ട് ഒരു ഫാം ഉണ്ട്. ഒരു വലിയ പുൽമേടെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഫാമാണത്. ഒരുപാട് ആടുകളും അവിടെയുണ്ട്. അതിന്റെ ഓണർ ജോർജ് എന്ന പേരുള്ള ഒരു കർഷകനാണ്. ഈ ആടുകളുടെ ഫാം ഉണ്ടല്ലോ, അതിനരികിലായിട്ട് തന്നെ ചെറിയൊരു വീട് വെച്ച് ഇവിടെയാണ് ജോർജിന്റെ താമസം. കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ്. അവനും അവന്റെ ഈ ആടുകളുമാണ് അവന്റെ ഈ ലൈഫ് എന്ന് തന്നെ പറയുന്നത്. ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതൊന്നും ജോർജിന് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ ആടുകളുടെ കൂടെ തന്നെയാണ് ജോർജ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഈ ജോർജിന്റെ ലൈഫിൽ ചില പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കത് പ്രശ്നമായിട്ട് തോന്നും. എന്നാൽ ജോർജ് അതിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. അതായത് ജോർജിന് 2 കുട്ടികളുണ്ട്. ഒരാളുടെ പേര് പീറ്റർ, അതുപോലെ തന്നെ രണ്ടാമത്തെ ആളുടെ പേര് റബേക്ക. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ അവരുടെ അമ്മ മരിച്ചുപോയി. ഇവിടെ ഒരു ഫാമിൽ ആ ഒരു കുഞ്ഞുങ്ങൾ വളർന്നാൽ അവരുടെ ഭാവിക്ക് അത് നല്ലതായിരിക്കില്ല എന്ന് കരുതിയിട്ട് ജോർജ് 2 കുട്ടികളെയും വളർത്താനായിട്ട് വേറെ ഫാമിലിക്ക് കൊടുക്കുകയാണ്. എന്ന് കരുതി 2 മക്കളെയും ജോർജ് മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പരമാവധി പറ്റുന്ന സമയത്തെല്ലാം അവർക്ക് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കത്തയക്കും. പ്രധാനമായിട്ടും ഇവിടെയുള്ള ആടുകളുടെ വിശേഷങ്ങളാണ് പറയാ. ഇവിടെയുള്ള ഓരോ ആടിനും വ്യത്യസ്തമായ സ്വഭാവമാണ്, വ്യത്യസ്തമായ പേരുകളാണ്. അപ്പൊ അവന്മാരി ഇടയ്ക്ക് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കും, ഓരോ തമാശകൾ ഒപ്പിക്കും. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ മക്കൾക്ക് എഴുതി അറിയിക്കും കേട്ടോ. മക്കളുമായിട്ടുള്ള ജോർജിന്റെ ബന്ധം എന്ന് പറയുന്നത് ഈ കത്തുകൾ മാത്രമാണ്. ഇനി നമുക്ക് ജോർജിന്റെ ഫാമിലി ഓരോ ആടുകളെയായിട്ടും പരിചയപ്പെടാൻ തുടങ്ങാം. എല്ലാ ആടുകളെയും പരിചയപ്പെടാൻ പറ്റില്ല, കുറെ എണ്ണം ഉണ്ട്. എന്നാലും അതിലെ ചില പ്രധാനപ്പെട്ട ആടുകളെ നമുക്ക് കാണാം. ആദ്യമായിട്ട് തന്നെ എക്സ്ട്രാ 2 കൊമ്പുള്ള, ടോട്ടൽ 4 കൊമ്പുള്ള ഒരു ആടിനെ കാണിക്കുകയാണ്. ഇയാളുടെ വിചാരം ഇവൻ കുറച്ച് ഉയർന്ന ജാതിയാണ്, ബാക്കിയുള്ളവരെ കുറച്ച് താന്നതാണ്, കുറച്ച് ഗൗരവം കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ആശാൻ ഒരു ഗൗരവമാണ് മുഖത്ത്. ഇനി അടുത്തത് ഒരു സുന്ദരി കുട്ടിയാണ് കേട്ടോ. അവളെ തൽക്കാലം നമുക്ക് അമ്മിണി എന്ന് വിളിക്കാം. അമ്മിണിയാടിന്റെ വിചാരം അവളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുന്ദരി എന്നാണ്. അവളുടെ നടപ്പും ഭാവവും എല്ലാം അങ്ങനെയാണ്. പിന്നെ വേറെ ഒരുത്തനുണ്ട്. അവന്റെ രോമെല്ലാം വളർന്ന് ഈ കണ്ണിന്റെ മുകളിലൂടെ അങ്ങനെ വളർന്നു നിൽക്കുകയാണ്. ആളൊരു പാവത്താന കേട്ടോ. ലബൂബു എന്നാണ് അവനെ വിളിക്കുന്നത്. പിന്നെ കൂട്ടത്തിലെ 2 വില്ലന്മാര് ഇരട്ടകളാണ്. തൽക്കാലം നമുക്ക് ഇവന്മാരെ വിക്രമനും മുത്തു എന്ന് വിളിക്കാം. ഇവന്മാരുടെ ചിന്ത ഇന്ന് ആരെ ഇടിച്ചിടുന്ന. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ എപ്പോഴെങ്കിലും നല്ലൊരു ഇടി ഉണ്ടാക്കണം എന്നൊക്കെയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് മേപ്പിളിനെയാണ്. മേപ്പിളാണ് ഈ ആട്ടിൻകൂട്ടത്തിലെ അത്യാവശ്യം നല്ല ഓർമ്മശക്തിയുള്ള ഒരാട്. അവൻ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. എന്തൊരു കാര്യം കേട്ടാലും ഒരിക്കലും പിന്നീട് അവൻ അത് മറക്കില്ല. അങ്ങനെ ഒരു ഓർമ്മശക്തി അവനുണ്ട്. അതുപോലെ തന്നെ ഈ ആട്ടിൻകൂട്ടത്തില് ജോർജിന് ഏറ്റവും ഇഷ്ടമുള്ള വേറെ 2 ആടുകളുണ്ട്. ഒന്ന് ലില്ലിയും മറ്റേത് സെബാസ്റ്റ്യനും. ചെമ്പൻ നിറമുള്ള ഈ ലില്ലി ഉണ്ടല്ലോ, അവള് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. കാരണം ഭയങ്കര ബുദ്ധിയാണ് അവൾക്ക്. എന്തും ചിന്തിച്ച് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ശേഷി അവൾക്കുണ്ട്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ആളൊരു ഇച്ചിരി മൊരടനാണ്. ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ അങ്ങനെ കൂടുകയൊന്നുമില്ല. എപ്പോഴും ഏതെങ്കിലും മലയുടെ മുകളിൽ പോയിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കും. അവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡാർക്ക് ക്യാരക്ടറാണ് അവൻ. അത് അവന്റെ ആ ഒരു നിറം വെച്ചല്ല പറഞ്ഞത്. അവന്റെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ അവന്റെ സ്വഭാവത്തെ ഇങ്ങനെ ആക്കിയതാണ്. അതായത് ഇവൻ ജനിച്ച സമയത്ത് ഇവന്റെ നിറം കാരണം ബാക്കിയുള്ള ആടുകളൊന്നും അവനെ അടുപ്പിക്കില്ലായിരുന്നു. അങ്ങനെ ഒറ്റപ്പെടലിലൂടെ വളർന്ന ഈ സെബാസ്റ്റ്യൻ പിന്നീട് ഒരു സമയത്ത് കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ചില നായ്ക്കൾക്കിടയിൽ പെട്ടുപോയി. വളരെ ക്രൂരമായിട്ട് തന്നെ ചെറിയ പ്രായത്തിൽ ആ നായ്ക്കളുടെ കടി അവനേറ്റു. ആ വേദന അവൻ അനുഭവിച്ചു. ആ സമയത്താണ് ജോർജ് അവനെ കണ്ടെത്തിയതും അവനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. പക്ഷേ ഇതിനെല്ലാത്തിനു ശേഷം ഈ സെബാസ്റ്റ്യന്റെ ക്യാരക്ടർ വളരെയധികം ഡാർക്കാണ്. അവൻ ആരെയും വിശ്വസിക്കില്ല, ആരോടും അടുക്കില്ല, ഒറ്റയ്ക്കിരിക്കാനാണ് അവന് ഏറ്റവും ഇഷ്ടം. മരണം, വേദന, ജീവിതത്തിലെ റിയാലിറ്റി, ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് സെബാസ്റ്റ്യൻ. കാരണം ചെറിയ പ്രായത്തിലെ അവൻ നല്ല രീതിയിൽ അതൊക്കെ അനുഭവിച്ചതാണ്. എന്തായാലും ഈ ആടുകളുടെ കൂട്ടത്തിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആള് ഈ സെബാസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഒരു കാര്യം ഉറപ്പാണ്, കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുക സെബാസ്റ്റ്യനെ തന്നെയായിരിക്കും. കാരണം ആശാനെ കുറച്ച് ഹീറോയിക് ആയിട്ടുള്ള സീനൊക്കെ ഈ സിനിമയിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ ജോർജിന്റെ പ്രധാന ഹോബി എന്താ നോക്കുകയാണെങ്കിൽ അവൻ ഈ ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം വായിച്ച് ഈ ആടുകളുടെ മുന്നിൽ പോയിട്ട് ആ കഥ അവറ്റകൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവസാനം ആ ഒരു കില്ലർ ആരാണെന്ന് ഇത് പറഞ്ഞു കൊടുക്കില്ല, അത് അവരോട് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാട്ടോ. എന്നാൽ എല്ലാ ആടുകളും പകുതിയാകുമ്പോഴേക്കും ഏകദേശം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ആ കഥ മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കുക നമ്മുടെ ലില്ലി മാത്രമായിരിക്കും. അതുപോലെ തന്നെ ലില്ലി ചില ആൾക്കാരുടെ പേരുകൾ ഗസ് ചെയ്യും, അത് കറക്റ്റ് ആയിരിക്കും ചെയ്യാട്ടോ. അതായത് ഈ ആടുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ശൈലി നമ്മുടെ ജോർജിന് അറിയാം. അതുകൊണ്ട് തന്നെ ജോർജ് പലപ്പോഴും പറയും ആ കൂട്ടത്തിൽ ഏറ്റവും
ഇന്റലിജന്റ് ആയിട്ടുള്ള ആട് അത് ലില്ലി തന്നെയാണ്. പിന്നീട് ജോർജ് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കലാപരിപാടി തുടങ്ങുക. ഈ ആടുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ്, അവനാണ് കൊലയാളി, അവൻ അങ്ങനെ ചെയ്തില്ലേ, ഇവൻ ഇങ്ങനെ ചെയ്തില്ലേ. അതായത് നോവലിലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും കേട്ടോ. എന്നാൽ ഈ കൂട്ടത്തിലൊന്നും തീരെ ചേരാതെ നിൽക്കുന്ന, കാണുമ്പോൾ സങ്കടാവുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് വിന്റർ എന്നാണ്. സാധാരണ ആടുകൾ ജനിക്കുന്നത് വസന്തകാലത്താണ്. ആ നേരത്ത് ജനിക്കുന്ന ആടുകൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. പക്ഷെ വിന്റർ ജനിച്ചത് തണുപ്പ് കാലത്താണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ വിളിക്കുന്നത്. കാലം തെറ്റി ജനിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ശരീരം അവനില്ല. ഒരു കുഞ്ഞനാണ് അവൻ. അവൻ ആരും കൂട്ടത്തിൽ ചേർക്കില്ല, ആരുടെയും കൂട്ടത്തിൽ അവൻ പോയി കിടക്കാറില്ല. തണുപ്പുകാലം ആയാലും ഒറ്റയ്ക്ക് ഫാമിന്റെ പുറത്തു പോയിട്ടാണ് അവൻ കിടക്കുക. അവന്റെ കാര്യം കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും കേട്ടോ. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. എന്നത്തെയും പോലെ തന്നെ ആടുകൾ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള പുല്ലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് അനങ്ങാതെ നിൽക്കുന്ന ലില്ലിയെ കണ്ട് അങ്ങോട്ടേക്ക് മേപ്പിൾ വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ലില്ലി അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ യജമാനൻ ജോർജ് ആ പുൽമൈതാനത്ത് ഒരനക്കമില്ലാതെ നിലത്ത് അങ്ങനെ കിടക്കുകയാണ്. ജോർജിനെ കുറച്ചു നേരം നല്ല രീതിയിൽ നിരീക്ഷിച്ച ഇപ്പൊ മേപ്പിൾ ഒരു കാര്യം മനസ്സിലായി. ജോർജ് മരിച്ചു കഴിഞ്ഞു. അയാളുടെ ഹൃദയം ഇപ്പൊ തുടിക്കുന്നില്ല. ഇത് കേട്ട സമയത്ത് ലില്ലിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. അപ്പൊ ജോർജ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് ഒരു മേഘം പോലെയായിട്ട് അവൻ മാറേണ്ടതല്ലേ. പക്ഷെ ഇപ്പൊ എന്താ ആകാശത്ത് മേഘം കാണാത്തത്? അതായത് ഇവർ ആടുകൾ, അവരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്, ആരെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയാൽ അവർ ആകാശത്തിൽ ഒരു മേഘമായിട്ട് വരുമെന്ന്. ഇപ്പൊ മേപ്പിൾ പറയാണ്, ലില്ലി ഇതൊരു മനുഷ്യനല്ലേ, നമ്മുടെ ജോർജ് ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മേഘമായിട്ട് മാറില്ല. അങ്ങനെ അധികം വൈകാതെ ഈ വിവരം എല്ലാ ആടുകളും അറിയാണ്. എല്ലാ ആടുകൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. എന്നാൽ മേപ്പിൾ ഇവരോട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യർക്കില്ലാത്തൊരു ഗുണം നമ്മൾ ആടുകൾക്കുണ്ട്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടാലും അല്പനേരം കൊണ്ട് നമുക്കത് മറക്കാൻ കഴിയും. എന്തായാലും ഈ വേദനയെ നിങ്ങൾ എല്ലാവരും മറക്കുന്നു പറയണം. പക്ഷെ ആ വേദന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണ് മേപ്പിൾ. കാരണം ലൈഫിൽ എന്ത് കണ്ടാലും കേട്ടാലും ഒരിക്കലും അവനെ കൊണ്ട് അത് മറക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ ആടുകളും വിഷമം കൊണ്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങുകയാണ്. വേറെ ചില ആടുകൾ പറയുന്നുണ്ട്, അധികം വൈകാതെ ഇതെല്ലാം നമ്മൾ മറന്നു പോവല്ലോ, അപ്പൊ ആ വിഷമം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവല്ലോ. എന്നാൽ അത് കേട്ടപ്പോൾ മേപ്പിളിന് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ജോർജിനെ പൂർണ്ണമായിട്ട് മറക്കണമെന്നോ? ഞാൻ പറഞ്ഞത് ആ വിഷമം മറക്കണം എന്നാണ്. ജോർജിനെ ഒരു കാരണവശാലും നമ്മൾ ആരും മറക്കാൻ പാടില്ല കേട്ടോ. അധികം വൈകാതെ തന്നെ ജോർജ് മരിച്ച വിവരം എല്ലാവരും അറിയാണ്. ഈ കാര്യം ആദ്യമായിട്ട് കണ്ടത് അയൽവാസിയായിട്ടുള്ള ക്രിസ്റ്റോ എന്നൊരു വേറൊരു കർഷകനാണ്. അപ്പൊ അവൻ പോലീസുകാരെയൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പോലീസുകാരന്റെ പേര് ടിം എന്നാണ്. അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തൊരു പോലീസുകാരനാണ്. അപ്പൊ ഈ ഒരു ടിം വന്നപാട് തന്നെ പ്രായമായിട്ടുള്ള ജോർജിനെ നോക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവനൊരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ജോർജ് മരിച്ചിരിക്കുന്നത്. അതായത് ഇത് വെറും ഒരു സ്വാഭാവികമായ മരണം മാത്രമാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരുന്നത്. കഴുത്തിലൊരു ക്യാമറ എല്ലാം തൂക്കി. കണ്ടാലറിയാം അവനൊരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറോ അങ്ങനെ എന്തോ ആണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഈ പയ്യൻ, അവന്റെ പേര് എലിയോട്ട് എന്നാണ്. എലിയോട്ട് ടിമിനോട് കാര്യങ്ങൾ പറയണം. സത്യത്തിൽ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു കാർണിവലിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 3 സ്റ്റാളാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്തോ റിപ്പോർട്ട് കൊടുക്കാനാണ്. അതുമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ അടിച്ച് ഓടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ എന്റെ കാർ ആക്സിഡന്റ് ആയി. ഇവിടെ കുടുങ്ങിപ്പോയി. അങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ സാറേ, നിങ്ങൾ പറയുന്നത് ഇയാൾ മരിച്ചിരിക്കുന്നത് വെറും ഒരു സ്വാഭാവികമായ രീതിയിലാണെന്നല്ലേ, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണെന്നല്ലേ. പക്ഷേ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. ഇതൊരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ എലിയോട്ട് ടിമിനോട് പറയാം. ടിമിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് വലിയ പ്രശ്നമാകാതെ ഒതുക്കി തീർക്കാനാണ് ഇഷ്ടം. പക്ഷേ എലിയോട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് ടിമിന് കൂടുതലായിട്ട് അന്വേഷിക്കാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പരിശോധിക്കുകയാണ്. ഈ സമയത്ത് ജോർജിന്റെ വീട്ടിൽ 2 ഗ്ലാസുകൾ കാണുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി ആരോ ഇവിടെ വന്നിട്ട് ജോർജിന്റെ കൂടെ മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗ്ലാസിന്റെ ഫോട്ടോ എല്ലാം എലിയോട്ട് പിടുക്കുകയാണ്. അതുപോലെ തന്നെ ഫോറൻസിക് ടെസ്റ്റ് നടത്തിയ സമയത്ത് അതിലൊരു ഗ്ലാസിൽ വിഷമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയാണ്. അതോടുകൂടിയിട്ട് ഇതൊരു കൊലപാതകമാണെന്ന് കൺഫേം ആയി. ഇവിടെ പണി കിട്ടിയത് ടിമ്മിനാണ്. കാരണം ഈ ഒരു കൊലപാതകം ഇനി അന്വേഷിക്കേണ്ടത് ഈ ടിമ്മാണ്. എന്തായാലും ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലില്ലി കേൾക്കുകയാണ്. ലില്ലി വേഗം തന്നെ ഈ കാര്യം വേഗം ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആടുകളോട് പറയാണ്. കുറെ കാലമായിട്ട് നമുക്ക് ജോർജ് ഒരുപാട് ഡിറ്റക്റ്റീവ് നോവലുകൾ പറഞ്ഞു തന്നിട്ടില്ലേ, അതെല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഇപ്പോ നമ്മൾ അതെല്ലാം ഉപയോഗിക്കേണ്ട സമയമായിരിക്കുകയാണ്. കാരണം സാധാരണ രീതിയിലല്ല നമ്മുടെ ജോർജ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരോ കൊന്നതാണ്. ആ കൊലയാളി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയണം. എന്നാൽ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വന്ന സെബാസ്റ്റ്യൻ ഒരു കാര്യം പറയുന്നുണ്ട്. ലില്ലി, നമ്മളൊക്കെ വെറും ആടുകളാണ്, നമ്മളെ കൊണ്ട് ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഭയങ്കര വിഷമത്തിൽ ലില്ലി പറയാണ്, സെബാസ്റ്റ്യൻ നീ അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നമ്മളൊന്നും ചെയ്യേണ്ട എന്നാണോ? ദാ ആ ടിം നമ്മുടെ ജോർജിനെ കണ്ടപാടിനെ പറഞ്ഞ എന്താണെന്നറിയോ? ഹാർട്ട് അറ്റാക്ക് വന്നാ മരിച്ചെന്ന്. അപ്പൊ അവനെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ജോർജിന് നീതി കിട്ടേണ്ടേ? ആ കൊലയാളി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? എന്റെ കൂടെ നിൽക്കടാന്ന് പറയണം. അങ്ങനെ അവസാനം സെബാസ്റ്റ്യൻ പറയണം, ലില്ലി നിന്റെ കൂടെ ഞാൻ നിൽക്കാം. അതുപോലെ തന്നെ മേപ്പിൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്, ഞാനും നിന്റെ കൂടെ നിൽക്കാന്ന്. അങ്ങനെ ഈ കേസ് അത് അന്വേഷിക്കാനായിട്ട് ഇവര് 3 പേരും ഒരു ടീമായിട്ട് മാറുകയാണ്. ലില്ലിയാണ് ഈ ഒരു ടീമിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ, അവന് മനുഷ്യരെ കുറിച്ച് നന്നായിട്ട് അറിയാം. പുറം ലോകത്തെ കുറിച്ചും അത്യാവശ്യം
ഏകദേശം ധാരണ അവനുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഹെൽപ്പൊക്കെ അവൻ ചെയ്യും. അതുപോലെ തന്നെ മേപ്പിൾ ഏതൊരു കാര്യം കണ്ടാലും ഒരിക്കലും അവൻ മറക്കില്ല. നല്ല മെമ്മറിയുള്ള ആളാണ്. സോ അവനെയും ഉപകാരപ്പെടും. അങ്ങനെ ഇവര് ഈ പുൽമൈതാനം വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് അവിടെ ഒരു റോഡ് കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള റോഡുകളിലൂടെ ഒരുപാട് തവണ സെബാസ്റ്റ്യൻ പോയിട്ടുണ്ടെങ്കിലും മേപ്പിളും ലില്ലിയും ആദ്യമായിട്ടാണ് പുൽമൈതാനത്ത് നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വരുന്നത്. ഈ റോഡ് കണ്ടപ്പോൾ അതിൽ ചവിട്ടാൻ ഇവർക്ക് പേടിയാവുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം അവർ കാണുന്നത് തന്നെ. അപ്പൊ സെബാസ്റ്റ്യൻ പറയാണ് പേടിക്കൊന്നും വേണ്ട, അതിൽ ചവിട്ടിക്കോ, ഒരു കുഴപ്പമില്ലാന്ന്. എന്നാൽ ഈ ലില്ലിയും മേപ്പിളും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. ചവിട്ടണോ വേണ്ടയോ? ഇപ്പൊ സെബാസ്റ്റ്യൻ പറയാണ് ആഹാ ഫസ്റ്റ് കേസ് അന്വേഷിക്കാൻ വന്ന രണ്ടാളുടെയും ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടാ. ഈ സമയത്താണ് ഒരു കോഴി അതിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ലില്ലി പറയണ ആഹാ ഇവന് പോവാണെങ്കിൽ നമുക്കും പോകാലോ, മേപ്പിൾ ഒന്നും നോക്കണ്ട റോട്ടിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറയണം. അങ്ങനെ മേപ്പിളും ലില്ലിയും കൂടെ ആദ്യമായിട്ട് പുൽമൈതാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കണം. കാലൊക്കെ എന്തോ കിളി പോലെ ആവുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും തുള്ളി അവസാനം അപ്പുറത്തേക്ക് എത്തി. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സെബാസ്റ്റ്യൻ രണ്ടുപേരോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മനുഷ്യര്, നമ്മുടെ ജോർജിനെ പോലെയല്ല ബാക്കിയുള്ള ആൾക്കാർ. അവരുടെയൊക്കെ സ്വഭാവവും മൈൻഡും ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എപ്പോ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് സൂക്ഷിക്കണം. ആരെങ്കിലും കണ്ടാൽ പോയി അങ്ങോട്ട് ഒട്ടാൻ നിൽക്കണ്ട, ചിലപ്പോൾ പിടിച്ച് മട്ടൻ ചാപ്സ് ആക്കി കളയും. എന്തായാലും മനുഷ്യരുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇവർ 3 പേര് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ജോർജ് മരിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് ജോർജിന്റെ മകളായിട്ടുള്ള റെബേക്ക, അതുപോലെ തന്നെ ജോർജിന്റെ വക്കീലായിട്ടുള്ള ലിഡിയ. ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജോർജ് മരിച്ചല്ലോ. അപ്പൊ ജോർജ് എഴുതി വെച്ച ആ ഒരു വിൽപത്രം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അങ്ങനെ ലിഡിയ ആ ഒരു വിൽപത്രം വായിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അതായത് എല്ലാവരും വിചാരിച്ചതുപോലെ വെറും ഒരു കർഷകനായിരുന്നില്ല ജോർജ്. ഈ ആടുകളോടുള്ള ഇഷ്ടം കാരണം അവയ്ക്ക് വരുന്ന ഓരോ അസുഖങ്ങൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം, ആ അസുഖത്തിനുള്ള മരുന്ന്, ഇതെല്ലാം ജോർജ് ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ലോകം മുഴുവൻ അതിന്ന് വിറ്റഴിക്കുന്നുണ്ട്. പണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ജോർജ് ആ മരുന്നിന്റെ പാറ്റന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാശ് ഇപ്പൊ ജോർജിന്റെ കയ്യിലുണ്ട്. ഏകദേശം 100 കോടിയോളാണ് ജോർജിന്റെ ആസ്തി എന്ന് പറയുന്നത്. ഇതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആർക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. അവൻ വെറും ഒരു സാധാരണ കർഷകനാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇതെല്ലാം കേട്ട് ആ വീടിന്റെ ജനലിന്റെ അരികിൽ തന്നെ ആര് നിൽക്കുന്നുണ്ട്? നമ്മുടെ സെബാസ്റ്റ്യനും അതുപോലെ തന്നെ ലില്ലിയും നിൽക്കുന്നുണ്ട്. അപ്പൊ ലില്ലി സെബാസ്റ്റ്യനോട് പറയുന്നുണ്ട്, ഓഹ് നമ്മുടെ യജമാനൻ ജോർജ് ഇത്ര വലിയ പണക്കാരനായിരുന്നോ? എന്നാൽ ഇത്ര സിമ്പിൾ ആയിട്ടല്ലേ ആ മനുഷ്യൻ ജീവിച്ചത്? അതുപോലെ തന്നെ ജോർജിന്റെ വിൽപത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കറക്റ്റ് 2ആയിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. ഒന്ന് മകളായിട്ടുള്ള റെബേക്കയ്ക്കും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ള മകനായിട്ടുള്ള പീറ്ററിനുമാണ്. എന്നാൽ ഈ അടുത്ത് ആ ഒരു വിൽപത്രത്തിൽ തിരുത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഫുൾ ആയിട്ടുള്ള ആ സ്വത്തും അതുപോലെ തന്നെ ആ ഒരു ഫാമും ഇതെല്ലാം റബേക്കയുടെ പേരിലേക്ക് മാത്രമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് എല്ലാവരും ഇപ്പൊ റബേക്കയെ സംശയിക്കുകയാണ്. സ്വത്തിന് വേണ്ടി ഇനി ഇവളായിരിക്കുമോ അച്ഛനെ കൊന്നിട്ടുണ്ടാവുക? എന്നാൽ റബേക്ക ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ചെറിയൊരു സംശയം അവളുടെ മേലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവരുടെ കൂട്ടത്തിൽ എലിയോട്ട് എന്ന് പറഞ്ഞ ആ റിപ്പോർട്ടർ ഉണ്ട്. ഇവൻ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് വെറും ഒരു സ്വാഭാവിക മരണമായിട്ട് തീരേണ്ടതായിരുന്നു. എലിയോട്ട് വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞതും ഇതുപോലെ കേസ് അന്വേഷണം ഇപ്പൊ നടക്കുന്നത്. എന്തായാലും ഇവിടെ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആടുകൾ, അതായത് ലില്ലിയും സെബാസ്റ്റ്യനും മേപ്പിളൊക്കെ കേൾക്കുന്നുണ്ട്. സോ അവരും ഇപ്പൊ റബേക്കയെ സംശയിക്കുകയാണ്. അതുപോലെ റബേക്കയെ മാത്രം സംശയിച്ചാൽ പോരാ, ജോർജിന്റെ അയൽവാസിയായിട്ടുള്ള ആ കർഷകനുണ്ടല്ലോ ക്രിസ്റ്റോ ആണ് ആദ്യമായിട്ട് ജോർജിന്റെ ബോഡി കണ്ടത്. മാത്രമല്ല ഈ ജോർജുമായിട്ട് ക്രിസ്റ്റോയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജോർജിന്റെ ഭൂമിയിൽ ക്രിസ്റ്റോ ചില ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആ ഒരു ടൈം എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു എഗ്രിമെന്റ് എല്ലാം ജോർജ് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും 1-2 വർത്തമാനമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിലും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വേണമെങ്കിൽ ക്രിസ്റ്റോയെയും സംശയിക്കാം. അതുപോലെ തന്നെ ആ നാട്ടിലെ ഇറച്ചിവിട്ടുകാരനായിട്ടുള്ള പാട്രിക്, ഈ പാട്രിക്കിനും ജോർജിനോട് എന്തൊക്കെയോ ചില വിരോധങ്ങൾ ഉണ്ടായിരുന്നു. സോ അവനെയും സംശയിക്കാം. ടിം കേസ് ഈ രീതിയിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ലില്ലി ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ലില്ലിയുടെ കണക്ക് കൂട്ടലില് 3 പേരെയാണ് സംശയിക്കാൻ പറ്റുക. ഒന്ന് റബേക്ക, ക്രിസ്റ്റോ, പാട്രിക്. ആ കൂട്ടത്തിലേക്ക് ഇപ്പൊ ഒരു ലേഡി കൂടെ വരികയാണ്. അവരുടെ പേര് റെജീന എന്നാണ്. ഈ റെജീനയ്ക്ക് ഒരു ഉഡായിപ്പ് പരിപാടി ഉണ്ടായിരുന്നു. ജോർജ് അയക്കുന്ന കത്തുകൾ അത് പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ അവൾ എടുത്ത് അത് പൊട്ടിച്ച് വായിക്കും. അവനോട് ഒരു വിരോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജോർജിന് റെജീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്ഥിരമായിട്ട് അവൻ കത്തയക്കുന്നത് കൊണ്ട് അത് ഏതെങ്കിലും പെണ്ണിനായിരിക്കുമോ എന്ന് കരുതിയിട്ടാണ് റെജീന ആ കത്തെല്ലാം പൊട്ടിച്ച് വായിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അത് മുഴുവനും എഴുതുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ റെജീനയ്ക്ക് വീണ്ടും ഈ ജോർജിനോടുള്ള ഇഷ്ടം കൂടി. എന്തായാലും റെജീനയും വേണമെങ്കിൽ അയാളുടെ കൊലപാതകത്തിൽ സംശയിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും അവളെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നും ടിമ്മിങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ അവർ പോലും അറിയാതെ ഈ പുല്ലിന്റെ ഇടയിലൂടെയൊക്കെ പോയിട്ട് നമ്മുടെ ലില്ലിയും സെബാസ്റ്റ്യനും മേപ്പിളും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. സോ ഇതുമായിട്ട് നേരെ ഇവർ ഫാമിലേക്ക് പോവുകയാണ്. എന്നിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ബാക്കിയുള്ള ആടുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് കൂട്ടത്തിലെ ഒരു പെണ്ണാട് വന്നിട്ട് ഒരു കാര്യം പറയുന്നത്. അതായത് ഇന്നലെ രാത്രി ഞാനൊരു കാര്യം കണ്ടായിരുന്നു. അതായത് ജോർജിന്റെ അടുത്തേക്ക് വരുന്ന ഒരാള് അത് പെണ്ണാണോ എന്നൊരു സംശയം. മിക്കവാറും ജോർജിന്റെ മകൾ റബേക്ക തന്നെയായിരിക്കും അത്. അതെ, അത് റബേക്ക തന്നെയാണ്. കാരണം അവളുടെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു. ആ വള അവള് പോകുന്ന സമയത്ത് നിലത്ത് വീണ് പോയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വാന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണാട് ബാക്കിയുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതിലേക്ക് നോക്കിയ ലിലിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അതായത്
നേരത്തെ അവിടെ പോയി ഒളിഞ്ഞിരുന്ന് ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേട്ടപ്പോ റബേക്ക ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഇതുവരെയായിട്ട് ഫാമിലേക്ക് പോയിട്ടില്ലാന്ന്. എന്നാൽ ഇന്നലെ രാത്രി റബേക്ക വന്നിട്ടുമുണ്ട്. അപ്പൊ റബേക്ക എന്തിനാ നുണ പറഞ്ഞത്? അപ്പൊ മിക്കവാറും കൊലയാളി അവൾ തന്നെയായിരിക്കണം. എന്തായാലും ഈ കാര്യം നമുക്ക് ചെന്നിട്ട് ആ ടിമ്മിനോട് പറയണം. ആ മണ്ടൻ പോലീസ് ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നമ്മളായിട്ട് കാണിച്ചു കൊടുത്താലേ അയാൾക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മൾ എങ്ങനെ അയാളോട് സംസാരിക്കാം? കുറെ നേരം ഇവരെല്ലാവരും ഇരുന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ലില്ലിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അതിനായിട്ട് ലില്ലി വിളിക്കുന്നത് നമ്മുടെ സുന്ദരിക്കുട്ടി ഉണ്ടല്ലോ അവളെയാണ്. എന്നിട്ട് അവളോട് പറയാണ്, നീ എങ്ങനെയെങ്കിലും ടിമ്മിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ തൊപ്പി കടിച്ചെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ അവള് ചെയ്യാണ്. ഇപ്പൊ തൊപ്പി കടിച്ചോടുന്ന നമ്മുടെ സുന്ദരിയുടെ പിന്നാലെ തന്നെ ടിമ്മും വരുന്നുണ്ട്. ടിം ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, എടി പെണ്ണെ, അത് തിന്നാനുള്ള സാധനമല്ല, എന്റെ തൊപ്പിയാണ്, എന്റെ തൊപ്പിയാണ്. എന്തായാലും അതൊന്നും കേൾക്കാതെ നമ്മുടെ സുന്ദരി നേരെ ഫാമിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ആ വള വീണ് എടുക്കുന്ന ഭാഗത്ത് തൊപ്പി കൊണ്ടേയിടുക. അപ്പൊ തൊപ്പി എടുക്കാൻ വന്ന ടിം എന്ത് കണ്ടു? ആ വള കാണുകയാണ്. ആ വള കണ്ടപ്പോ തന്നെ ടിമ്മിന് ചില സംശയങ്ങൾ തോന്നി. അങ്ങനെ ടിം ഒരു അന്വേഷണം നടത്തുകയാണ്. അതിലൂടെ ആ വള അത് റബേക്കയുടേതാണെന്ന് മനസ്സിലായി. മാത്രമല്ല പിന്നീട് റബേക്ക താമസിക്കുന്ന റൂമിലേക്ക് പോയി പരിശോധിക്കുകയാണ്. ആ സമയത്ത് അവളുടെ ഷോയിന്റെ അടിഭാഗത്തായിട്ട് ചില പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, അതിന് ചെറിയ അംശങ്ങളൊക്കെ കണ്ടു. മാത്രമല്ല അവളുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചപ്പോൾ അത്ര നല്ലതായിരുന്നില്ല. അവളുടെ കൂട്ടുകെട്ടൊക്കെ കുറച്ച് ബാഡ് ആയിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ടിമിനൊരു കാര്യം ഉറപ്പായി, റബേക്ക തന്നെയാണ് ജോർജിനെ കൊന്നത് എന്ന്. അങ്ങനെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജോർജിനെ കൊന്നതിന്റെ പേരിൽ റബേക്കയെ അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ ആ സമയത്ത് റബേക്ക കരഞ്ഞു പറയുന്നുണ്ട്, ഇത് ഞാനല്ല ചെയ്തത്, എന്റെ അച്ഛനെ എനിക്ക് കൊല്ലേണ്ട ആവശ്യം എന്താണ്? അപ്പൊ എല്ലാവരും പറയുന്നത് ആ ഒരു വിൽപത്രം അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് നിന്റെ അച്ഛനെ കൊന്നതെന്നാണ്. എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലില്ലിയും കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾക്ക് എന്തോ ഒരു മിസ്സിങ്. അല്ല, ഇവളെല്ലാം ഒരു കില്ലർ, എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ നമ്മുടെ ലില്ലിക്ക് തോന്നുകയാണ്. അതായത് ലില്ലി നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ്. ജോർജ് പറഞ്ഞു കൊടുത്ത ഒരുപാട് നോവലുകൾ അവൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു പരിധി വരെ നമ്മുടെ ലില്ലിക്ക് അറിയാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ ലില്ലിക്ക് ഉറപ്പാണ് റബേക്കയല്ല, ഇവിടെ വേറെ ആരോ ആണ് കളിക്കുന്നത്. എന്തായാലും റബേക്കയെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവര് ജയിലിൽ അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റബേക്ക ആയിരുന്നില്ല ഒരു ഫാം നോക്കേണ്ടത്. ഇപ്പൊ അവൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആടുകളെ നോക്കാനായിട്ട് മറ്റൊരാൾക്ക് ചുമതല കിട്ടുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ജോർജിന്റെ അയൽവാസിയായിട്ടുള്ള ക്രിസ്റ്റോ ഉണ്ടല്ലോ അവനിക്കായിരുന്നു. എന്നാൽ ഈ വിവരം അറിഞ്ഞ സമയത്ത് നമ്മുടെ മേപ്പിളും ലില്ലിയും ആകെ ഞെട്ടിപ്പോവാണ്. കാരണം ഈ ക്രിസ്റ്റോ അത്ര നല്ല ആളല്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോൾ ഈ ക്രിസ്റ്റോയുടെ ഫാമിലേക്ക് ഇവർ പോയി നോക്കുകയാണ്, ശരിക്കും അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഫാമിലേക്ക് എത്തിയപ്പോൾ മേപ്പിളും ലില്ലി ഞെട്ടിപ്പോവാണ് അത് കണ്ട്. കാരണം ഈ ക്രിസ്റ്റോ അതുപോലെ തന്നെ ആ ഒരു ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള പാട്രിക്ക്, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് ഇറച്ചി കച്ചവടം നടത്താൻ വേണ്ടി പോവാണ്. അവർ തന്നെയാണ് ആ ഒരു കച്ചവടം നടത്തുന്നതും. അപ്പൊ ഈ ഫാമിലെ ആടുകളെ മുഴുവനായിട്ടും ക്രിസ്റ്റോ നോക്കാം എന്ന് പറഞ്ഞത് അവരെ നന്നായിട്ട് നോക്കാനൊന്നുമല്ല, അധികം വൈകാതെ അറുത്ത് കൊന്ന് അവരെ ഇറച്ചിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട മേപ്പിളും ലില്ലിയും ശരിക്കും ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്തായാലും ഈ വിവരം ബാക്കിയുള്ളവരോട് പറയണം, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറയാണ്. ഈ സമയത്താണ് ക്രിസ്റ്റോയുടെ ഫാമിൽ ഉണ്ടായിരുന്ന 2 പട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. അതിനെ കണ്ടപാടിനെ പേടിച്ചു പോയ മേപ്പിളും ലില്ലിയും അവിടുന്ന് ഓടുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. എന്നാൽ അവരുടെ പിന്നാലെ തന്നെ ആ നായ്ക്കളും വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരു വലിയ കറുത്ത നിഴൽ ഇവരുടെ ഇടയിലേക്ക് വരുന്നത്. ആ വന്നത് അത് മറ്റാരുമായിരുന്നില്ല, സെബാസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ സെബാസ്റ്റ്യൻ ഭയങ്കര മാസമായിട്ട് തന്നെ നമ്മുടെ മേപ്പിളിനോട് ലില്ലിയോടും പറയാണ്, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാം. പിന്നെ ആ 2 നായ്ക്കൾ കിട്ടുന്ന നല്ല മുട്ടൻ ഇടി നമ്മുടെ സെബാസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ബേക്കിലെ കാലുപയോഗിച്ച് നല്ല ചവിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നായ്ക്കൾക്ക് നമ്മുടെ മേപ്പിളിനെയും ലില്ലിയും ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഈ നായ്ക്കളും സെബാസ്റ്റ്യനെ നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്തായാലും സെബാസ്റ്റ്യന്റെ ഇടി കൊണ്ട് മെഴുകിയ ഈ 2 നായ്ക്കളും പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ഇപ്പൊ സെബാസ്റ്റ്യൻ നേരെ മേപ്പിളിന്റെയും ലില്ലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ തന്നെ അവൻ അവിടെ വീണ് പോകുന്നുണ്ട്. കാരണം ആ ഒരു ഫൈറ്റിനിടയിൽ അവന്റെ ദേഹത്ത് ഒരുപാട് മുറിവായിട്ടുണ്ട്, ഒരുപാട് രക്തവും അവന്റെ ദേഹത്തു നിന്ന് പോയിട്ടുണ്ട്. കുഴഞ്ഞു വീണ സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് വളരെ സങ്കടത്തിലാണ് ലില്ലി വരുന്നത്. ലില്ലി വന്നിട്ട് പറയുന്നത്, സെബാസ്റ്റ്യനെ എഴുന്നേക്ക്, നിനക്ക് എന്താ പറ്റിയത്? എന്നാൽ സെബാസ്റ്റ്യന് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അധികം വൈകാതെ അവരുടെ മുന്നിൽ വെച്ച് സെബാസ്റ്റ്യന്റെ കണ്ണടഞ്ഞു പോവാണ്. ആ സങ്കടം സഹിക്കാൻ കഴിയാതെ ലില്ലി കരയുന്നുണ്ട്. ഇപ്പൊ മേപ്പിൾ അവളോട് കരയല്ലേന്ന് പറയാണ്. ഇപ്പൊ ലില്ലി പറയാണ്, സെബാസ്റ്റ്യൻ മരിച്ചെങ്കിൽ ഒരു മേഘമായിട്ട് അവൻ ആകാശത്തിൽ വരണ്ടേ, എന്താണ് അവന്റെ മേഘം വരാത്തത്? അപ്പം മേപ്പിൾ ഒരു കാര്യം ലില്ലിയോട് പറയാണ്, ലില്ലി, ഒരു കാര്യം ഞാൻ നിങ്ങളോടൊക്കെ മറച്ചു വെച്ചതാണ്. നമ്മുടെ ഈ വിശ്വാസം ഉണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മേഘമായിട്ട് മാറുള്ളൂ, അതൊക്കെ വെറുതെയാണ്, അതൊക്കെ വെറും കഥ മാത്രമാണ്. അങ്ങനെ ആരും മേഘമായിട്ട് ഇവിടെ മാറുന്നില്ല. മനുഷ്യരെ പോലെ തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ഒരു സത്യം കേട്ട സമയത്ത് ലില്ലിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. എന്തായാലും അധികം നേരം നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ലില്ലിയും കൂട്ടിയിട്ട് മേപ്പിൾ ഇപ്പൊ നേരെ അവരുടെ ഫാമിലേക്ക് പോവാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ലില്ലിയുടെ ഉള്ളിൽ ചില വാശികളൊക്കെ കയറുകയാണ്. എന്തായാലും ആ കൊലയാളിയെ ഞാൻ വിടാൻ പോകുന്നില്ല, നമ്മുടെ ജോർജിനെ കൊന്നത് ആരായാലും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റബേക്കയല്ല ജോർജിനെ കൊന്നത്. അവളെ മനഃപൂർവ്വം ആരോ ഇതിൽ പെടുത്തിയതാണ്. കളിക്കുന്നത് മറ്റേതൊരാളാണ്. ആരാണ്? നമ്മുടെ ലില്ലി ഇങ്ങനെ ആലോചിച്ച് അവസാനം അവൾക്ക് ചെറിയൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതായത് മരിക്കുന്ന സമയത്ത് ജോർജിന്റെ കയ്യിൽ 2 നിറത്തിലുള്ള കളറുകൾ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ നീല നിറവും മറ്റേ കയ്യിൽ പച്ച നിറമായിരുന്നു. നീല നിറം ഓക്കെ, ആ മരുന്നുണ്ടാക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ജോർജിന്റെ കയ്യിൽ കാണാറുള്ളതാണ് ആ നീല കളർ. പക്ഷെ പച്ച നിറം അതെങ്ങനെയാണ് ജോർജിന്റെ കയ്യിൽ വന്നത്? കുറച്ചു നേരം ലില്ലി അങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് അവസാനം അവൾ ആ
സീക്രട്ട് കണ്ടുപിടിക്കുകയാണ്. ജോർജ് മരിക്കുന്നതിന് മുന്നേ തന്നെ കൊലയാളി ആരാണെന്ന് കാണിച്ചു തരാൻ ഒരു ക്ലൂ ഇട്ടിട്ട് പോയതാണ് ആ കൈകളിലെ ആ നിറം എന്നുള്ളത്. അതുപോലെ തന്നെ ലില്ലിക്ക് കൊലയാളി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം പോലീസ് ഓഫീസർ ആയിട്ടുള്ള ടിമ്മിനോട് എങ്ങനെ പറയും? ഇവർ ആടുകളല്ലേ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ആടുകൾ എങ്ങനെ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കും? ആ കാര്യത്തിലും ലില്ലി ഒരു സൊല്യൂഷൻ കാണുന്നുണ്ട്. അതിനായിട്ട് ലില്ലി വിളിക്കുന്നത് ആരും കൂടെ കൂട്ടാത്ത നമ്മുടെ വിന്ററിനെയാണ്. അവന്റെ കുഞ്ഞനായതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും അവനെ കയറ്റി വിടാൻ പറ്റും. അങ്ങനെ നമ്മുടെ മേപ്പിളും ലില്ലിയും കൂടെ നേരെ പോയിട്ട് വിന്ററിനെ കാണുകയാണ്, അവനോട് സംസാരിക്കുകയാണ്. അങ്ങനെ എന്തിനും കൂടെ നിൽക്കാതെ വിന്റർ പറയാണ്. അങ്ങനെ വിന്ററിന്റെ ഒരു കാലിൽ നീല നിറമാക്കി കൊടുക്കുന്നുണ്ട്, മറ്റേ കാലിൽ മഞ്ഞ നിറമാക്കി കൊടുക്കുകയാണ്. ഞോട്ടയണം, ഒരു കാലിൽ നീല നിറവും മറ്റേ കാലിൽ മഞ്ഞ നിറവും. ഈ മഞ്ഞയും നീലയും കൂടെ കൂട്ടി വരച്ചാൽ ഏത് കളറാണ് ഉണ്ടാവുക? പച്ച കളർ. എന്തായാലും ലില്ലി ആലോചിച്ച ആ ഒരു കാര്യം എന്താണെന്ന് അധികം വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ വിന്ററിന്റെ ഒരു കാലിൽ നീല നിറവും മറ്റേ കാലിൽ മഞ്ഞ നിറമാണല്ലോ. അവന് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ ജനാലയിലൂടെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ്. അതിന്റെ ഉള്ളിലെ ഒരു സെല്ലിൽ തന്നെയാണ് നമ്മുടെ റബേക്കയും അടച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ റബേക്ക നോക്കുമ്പോൾ ഒരു കുഞ്ഞി ആട് വന്നിട്ട് അവിടുത്തെ ചുമരിലും ഫയലുകളിലൊക്കെ എന്തൊക്കെയോ ആ ഒരു പെയിന്റ് വെച്ച് കാണിച്ചു കൂട്ടുകയാണ്. അതായത് നമ്മുടെ വിന്റർ അവന്റെ കാലിലെ ഒരു നിറം നീലയാണല്ലോ, അത് വെച്ചൊരു വര വരക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കാലില് അത് മഞ്ഞ നിറമാണല്ലോ, അത് വെച്ച് ഒരു വര വരക്കാണ്. ഇത് രണ്ടും ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ആ രണ്ട് വരയും കൂട്ടിമുട്ടിയപ്പോ ആ കളറുകൾ തമ്മിൽ മിക്സ് ആയിട്ട് പച്ച നിറമായി മാറുകയാണ്. എന്താണ് ഈ ആട് ഇവിടെ കാണിക്കുന്നതെന്ന് റബേക്കയ്ക്ക് മനസ്സിലാവുന്നേ ഇല്ല. എന്തായാലും ലില്ലി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിന്റർ അവിടെ ചെയ്തതിനു ശേഷം അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ സ്റ്റേഷനിലേക്ക് ടിം വരികയാണ്. മാത്രമല്ല ഇന്ന് റബേക്കയെ കോർട്ടിൽ ഹാജർ ചെയ്യേണ്ടതാണ്. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ടിം വിചിത്രമായിട്ടുള്ള ആ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അതായത് നീല വരയും മഞ്ഞ വരയും ഇതൊരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുന്നു, എന്നിട്ട് അതിന്റെ നിറം പച്ചയാകുന്നു. ഇത് കണ്ട് ഞെട്ടിയ ടിം റബേക്കയോട് ചോദിക്കുകയാണ്, ആരാണ് ഇത് ചെയ്തത്? ഇപ്പൊ റബേക്ക പറയാണ്, ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല, എന്നാലും ഞാൻ പറയാം, ആ ആടുകൾ ഐറ്റങ്ങളാണ് വന്നിട്ട് ഇങ്ങനെ ചെയ്തത്. ആദ്യം റബേക്ക ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ടിമ്മിന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ ടിമ്മിനും ഒരു അനുഭവം ഉണ്ടല്ലോ, റബേക്കയാണ് കൊലയാളി എന്ന് എങ്ങനെയാണ് ടിമ്മിന് മനസ്സിലായത്? കാരണം ആ ആടുകൾ കാണിച്ചു കൊടുത്ത വളയിലൂടെയാണ്. അതുപോലെ തന്നെ ഈ ആടുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്ന ടിമ്മിന് മനസ്സിലായി. നമ്മൾ വിചാരിച്ചതുപോലെ അത്ര മണ്ടനൊന്നുമല്ല ടിം. എന്തായാലും ടിം ആ കളറിനെ കുറിച്ചും അത് കൂട്ടി യോജിപ്പിച്ചപ്പോഴുണ്ടായ ആ പച്ച നിറത്തെക്കുറിച്ചും നന്നായിട്ട് തന്നെ ആലോചിക്കുകയാണ്. പക്ഷെ ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴേക്കും സമയമായി. ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും റബേക്കയെ കൊണ്ടുപോകാനായിട്ട് വേറെ ഓഫീസർമാർ വന്നിട്ടുണ്ട്. അപ്പൊ റബേക്കയെ അവർക്ക് കൈമാറുന്നതിന് മുന്നേ ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം പേപ്പറിൽ. അപ്പൊ അതിലേക്ക് സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടീമിന് കാര്യം കത്തുകയാണ്. എന്താണ് ആ ആടുകൾ പറയാൻ ഉദ്ദേശിച്ചത്? പെട്ടെന്ന് തന്നെ റബേക്കയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ആ ഓഫീസേഴ്സിനോട് പറയാണ്, ഇവളല്ല, റബേക്കയല്ല കൊലയാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് മറ്റാരുമല്ല, ജോർജിന്റെ മകനായിട്ടുള്ള പീറ്റർ ആണ്. എന്നാൽ ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോണ്. പീറ്ററോ? ഏത് പീറ്റർ? അവൻ ഇവിടെയൊന്നുമില്ലല്ലോ, അങ്ങ് സൗത്ത് ആഫ്രിക്കയിലേറ്റല്ലേ? നാട്ടുകാരിൽ ചില ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ടിം പറയാണ്, ശരിയാണ്, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ജോർജിന്റെ മകൻ പീറ്റർ ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ ആ പേരിലെ അവൻ ഇവിടെ ഉണ്ടാവാതിരിക്കുള്ളൂ. മറ്റൊരു പേരിൽ അവൻ ഇവിടെ ഉണ്ടെങ്കിലോ, ഒരു ആൾമാറാട്ടം നടത്തിയിട്ട് ആരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ മറഞ്ഞിരിക്കുന്ന ആ കൊലയാളി, ആ പീറ്റർ, ജോർജിന്റെ മകൻ? അങ്ങനെ ചുറ്റും നോക്കി അവസാനം ടീം അത് കണ്ടുപിടിക്കുകയാണ്. മറ്റാരുമല്ല, ഇങ്ങോട്ടേക്ക് കാർണിവൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ആ റിപ്പോർട്ടർ ഉണ്ടല്ലോ, എലിയോട്ട്, അവൻ തന്നെയാണ് പീറ്റർ. എന്ന് എലിയോട്ട് പറയണ, നീ എന്താണ് ഈ പറയുന്നത്? എന്റെ പേര് എലിയോട്ട് എന്നാണ്. അപ്പൊ ടീം പറയണ, നിന്റെ പേര് നീ പറയുന്നു എലിയോട്ട് ആണെന്ന്, പക്ഷെ യഥാർത്ഥ പേര് അത് പീറ്റർ എന്നല്ലേ? ജോർജിന്റെ മകൻ പീറ്റർ, അത് നീ തന്നെയാണ്. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന റബേക്ക ആകെ ഞെട്ടിപ്പോവാണ്. നാട്ടുകാരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടീം അവന്റെ സംശയങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഈ ജോർജിന് ഒരുപാട് വലിയ സമ്പത്തുണ്ട് എന്നുള്ള കാര്യം ഈ പീറ്റർ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമ്പത്ത് പീറ്ററിനും അതുപോലെ തന്നെ റബേക്കയ്ക്കും രണ്ടായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. എന്നാൽ ആ സമ്പത്ത് മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി പീറ്റർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത്. അതിനുവേണ്ടി അവൻ ഈ നാട്ടിലേക്ക് വന്നു, ഒരു കള്ള കഥയുണ്ടാക്കി. കാർണിവൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ഒരു അപകടം സംഭവിച്ചു. ആ സമയത്ത് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ പെട്ടുപോയി. അങ്ങനെയാണ് ജോർജ് മരിച്ചത് കാര്യം നീ അറിയുന്നത്. ഇതൊക്കെ നീ പറഞ്ഞ കഥയല്ലേ? സത്യത്തിൽ അന്ന് രാത്രി ജോർജിനെ കാണാൻ വേണ്ടി നീ ജോർജിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം നീ നിന്റെ അച്ഛനെ അന്ന് കണ്ടു. അച്ഛനുമായിട്ട് നല്ല രീതിയിൽ തന്നെ അന്ന് രാത്രി ടൈം സ്പെൻഡ് ചെയ്തു. പിന്നീട് നിന്റെ അച്ഛൻ പോലും അറിയാതെ അദ്ദേഹം കഴിച്ച മദ്യത്തിൽ നീ വിഷം ചേർത്തു. അത് കഴിച്ചാണ് നിന്റെ അച്ഛൻ മരണപ്പെട്ടത്. അതുപോലെ തന്നെ റബേക്കയെ പെടുത്താൻ വേണ്ടി അവളുടെ വള മനഃപൂർവ്വം നീ അവിടെ ആ ഫാമിൽ കൊണ്ടുപോയിട്ടു. അതുപോലെ തന്നെ അവളുടെ ബോട്ടിന്റെ അടിയിലും ആ ചെടിയുടെ അവശിഷ്ടങ്ങൾ വെച്ചത് നീ തന്നെയാണ്. മാത്രമല്ല ആ ഒരു വിൽപത്രം തിരുത്തി സ്വത്ത് മുഴുവൻ റബേക്കയുടെ പേരിലേക്ക് ആക്കിയത് നീ തന്നെയാണ്. കാരണം എല്ലാവരും അപ്പൊ റബേക്കയെ സംശയിക്കുമല്ലോ. റബേക്ക ജയിലിലായി കഴിഞ്ഞാൽ പിന്നീട് സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടുമല്ലോ. ഇതായിരുന്നല്ലേ നിന്റെ മാസ്റ്റർ പ്ലാൻ? എന്നാൽ നിന്റെ അച്ഛൻ ജോർജിന്റെ ബുദ്ധിയുടെ മുന്നിൽ നീ തോറ്റുപോയടാ. അയാൾ മരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ക്ലൂ വെച്ചിട്ടാണ് പോയത്. അയാളുടെ രണ്ട് കൈയിലും നീല നിറാക്കിയായിരുന്നു. അതുപോലെ തന്നെ ആ വിഷം കഴിച്ചപാട് തന്നെ ജോർജ് മരണപ്പെട്ടില്ല. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അയാൾ നിന്റെ മുടിയിൽ കയറി പിടിച്ചില്ലേ, നിന്റെ മഞ്ഞ മുടിയിൽ. അപ്പോഴാണ് വലത്തെ കൈയിലുണ്ടായിരുന്ന നീല നിറം പച്ചയായി മാറിയത്. എങ്ങനെയാണെന്നല്ലേ? കാരണം നീ നിന്റെ കറുത്ത മുടിയിൽ നീ ആരാണെന്ന് അറിയാതിരിക്കാൻ മഞ്ഞ ഡൈ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് ജോർജ് അയാളുടെ അവസാന നിമിഷത്തിൽ നിന്റെ തലമുടിയിൽ പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ അയാളുടെ വലത്തെ കൈയിലുണ്ടായിരുന്ന ആ നീല നിറം നിന്റെ മുടിയിലെ മഞ്ഞ കളറുമായിട്ട് ചേർന്ന് അത് പച്ചയായി മാറി. ജോർജ്
മരിക്കുന്നതിന് മുന്നേ അവസാനമായിട്ട് ഇവിടെ വെച്ചിട്ട് പോയ ആ ഒരു ക്ലൂ ആണിത്. ഈ ക്ലൂ എനിക്ക് പറഞ്ഞു തന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ ആടുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ലില്ലി എങ്ങനെയാണ് ആ വലിയ രഹസ്യം വിന്റർ എന്ന ആ ഒരു കുഞ്ഞൻ ആടിലൂടെ ടിമ്മിന് പറഞ്ഞു കൊടുത്തതെന്ന് നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. എന്നാൽ ഈ അവസാനം പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒറ്റ കാര്യമുള്ളൂ, നീല എന്ന നിറം മഞ്ഞയുമായിട്ട് കൂടിച്ചേർന്നാൽ അത് പച്ച നിറമായിട്ട് മാറും. ഓക്കെ, ജോർജ് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ നീല നിറവും മറ്റേ കയ്യിൽ പച്ച നിറമാണ് ഉണ്ടായിരുന്നത്. അതായത് മരിക്കുന്നതിന് മുന്നേ ജോർജ് രണ്ട് കയ്യിൽ നീല നിറമാക്കി അതിലൊരു കൈ കണ്ടു പീറ്ററിന്റെ തലയിൽ ആ ഒരു മുടിയിൽ കയറി പിടിച്ചു. അത് കളറാണെന്ന് ജോർജിന് അറിയായിരുന്നു. അങ്ങനെ ആ മഞ്ഞ കളറുമായിട്ട് ഈ നീല കളർ ചേർന്നു, പിന്നീട് അത് പച്ചയായിട്ട് മാറി. അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ക്ലൂ അത് പോലീസുകാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ജോർജിന്റെ ആടുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ അത് മനസ്സിലാക്കുന്ന ജോർജിന് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഈ എലിയോട്ടല്ല, അവന്റെ പേര് പീറ്റർ എന്ന് തന്നെയാണ്. പീറ്ററിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ തലയിൽ ഒരു മുടി പറിച്ചെടുത്ത് ടിം പറയാണ്, പീറ്റർ നീ അറസ്റ്റിലായിരിക്കുകയാണ്. എന്നാൽ ചിരിച്ചുകൊണ്ട് തന്നെ പീറ്റർ പറയാണ്, അല്ല എന്റെ മുടിയിൽ ഞാൻ മഞ്ഞ നിറം അടിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷെ അതിന്റെ പേരിൽ ഞാനാണ് കൊലയാളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? അപ്പൊ പോലീസുകാരൻ ടിം പറയണേ, എടാ നിന്റെ മുടി എടുത്തത് എന്തിനാണെന്നറിയോ? DNA ടെസ്റ്റ് നടത്താൻ. ആ DNA നിന്റെ അച്ഛനുമായിട്ട് മാച്ച് ആയാൽ നീ അയാളുടെ മകനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പോരെ, അത്ര എവിഡൻസ് പോരെ? ഈ നാട്ടിൽ വന്ന് കുറെ കള്ളക്കഥയും പറഞ്ഞ് നീ ഇവിടെ കൂടിയതിന്റെ പിന്നില് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്? ആ സമയത്ത് പീറ്റർ ഒന്ന് പകച്ചു പോവാണ്. അപ്പൊ പീറ്റർ പറയണ, അല്ല ഞാൻ എന്തിനാണ് വെറുതെ എന്റെ അച്ഛനെ കൊല്ലുന്നത്, എനിക്ക് എന്തായാലും സ്വത്ത് കിട്ടുമല്ലോ. ആ സമയത്ത് ടിം പറയണ, സ്വത്ത് കിട്ടും, പക്ഷെ നിനക്ക് മുഴുവൻ കിട്ടണമായിരുന്നു. അതിനുവേണ്ടി അവസാനം ആ ഒരു വിൽപത്രത്തിൽ തിരുത്തൽ വരുത്തിയത് നീ തന്നെയാണ്. മുഴുവൻ റബേക്കയുടെ പേരിൽ ആക്കിയത് നീ തന്നെയാ. കാരണം പോലീസുകാർ അവളെ സംശയിക്കുകയുള്ളൂ, അത് കാരണം അവളെ അറസ്റ്റ് ചെയ്യും, പിന്നീട് എല്ലാ സ്വത്തും നിനക്ക് കിട്ടും. അതുപോലെ വേറൊരു പ്രധാന പോയിന്റ് ഉണ്ട്, നീയാണ് കൊലയാളി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതിലൂടെയും കൂടിയാണ്. അന്ന് ജോർജിന്റെ ബോഡി ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു അത് വെറും ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. എന്നാൽ അത് ഹാർട്ട് അറ്റാക്ക് അല്ല, കൊലപാതകമാണെന്ന് വ്യക്തമായി എനിക്ക് പറഞ്ഞു തന്നത് നീയാണ്. കാരണം ഇതൊരു കൊലപാതകമായാലേ അതിന്റെ പിന്നാലെ അന്വേഷണം വരുള്ളൂ, അതിലൂടെ റബേക്ക അറസ്റ്റ് ചെയ്യപ്പെടുള്ളൂ, അതിലൂടെ നിനക്ക് സ്വത്തുകൾ മുഴുവനായിട്ടും കിട്ടുകയുള്ളൂ. അതായത് നിന്റെ പ്ലാൻ എല്ലാം അടിപൊളിയായിരുന്നു, പക്ഷെ ആ ആട്ടുംകൂട്ടം അത് നിന്നെ പറ്റിച്ചു കളഞ്ഞടാ മണ്ട. നിന്റെ എല്ലാ പ്ലാനും അവന്മാര് പൊളിച്ചു കളഞ്ഞു. എന്തായാലും പെടും എന്ന അവസ്ഥ വന്നപ്പോ പീറ്റർ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. മാറി നിൽക്കടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അവന്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മേപ്പിളിന്റെയും ലില്ലിയുടെയും കൂടെ ഉണ്ടായിരുന്ന വിക്രമൻ മുത്തു ഇവന്മാരുടെ അവസരം വരുന്നത്. ആ ചേട്ടാ നമ്മുടെ അവസരം വന്നിരിക്കുകയാണ്, കറക്റ്റായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പാഞ്ഞു ചെല്ലുകയാണ്. ഈ കാറിന്റെ രണ്ട് ഭാഗത്തുനിന്ന് അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇടി എന്ന് പറഞ്ഞാൽ നല്ല കിൻഡൽ ഇടിയാണ്. അപ്പൊ ആ ഒരു ഇടി കൊണ്ട് കാറിന്റെ ഡോറ് വരെ ചളുങ്ങി പോകുന്നുണ്ട്. ഒരു ഭാഗത്തെ ടയർ ആണെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് കണ്ട് കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പീറ്റർ ശരിക്കും പേടിച്ചു പോയി. ഇവറ്റകൾ എന്താ ആടാണോ ആനയാണോ എന്ന് വരെ അവൻ ചിന്തിച്ചു പോവാണ്. എന്തായാലും പേടിച്ചറിഞ്ഞിട്ട് പീറ്റർ കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിക്രമനും മുത്തും കൂടെ ആ കാറിന്റെ മേലെ കയറിയിട്ട് ഒരു നിർത്താണ്. ഇവനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്ന ഭാവത്തിൽ. എന്തായാലും അധികം വൈകാതെ പോലീസുകാർ വരികയാണ്. യഥാർത്ഥ കില്ലറായിട്ടുള്ള പീറ്ററിനെ അറസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ റബേക്കയെ നിരപരാധിയാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ വെറുതെ വിടുന്നുണ്ട്. അവളുടെ പാസ്റ്റ് ലൈഫിൽ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത്ര നല്ല രീതിയിലല്ല റബേക്ക ജീവിച്ചത്. അങ്ങനെ കുറച്ച് നാൾ കഴിയാണ്. റബേക്ക ഇപ്പൊ ഒരു തീരുമാനം എടുത്തു, പഴയ ചീത്ത ലൈഫിലേക്ക് ഇനി പോവില്ല. അച്ഛന്റെ ഇഷ്ടങ്ങൾ, അച്ഛൻ സംരക്ഷിച്ചു പോന്ന ചില കാര്യങ്ങൾ അത് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അവൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫാം പൂർണ്ണമായിട്ടും അവൾ ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല സ്വത്ത് മുഴുവനായിട്ടും അവൾക്ക് തന്നെ സ്വാഭാവികമായിട്ടും കിട്ടുമല്ലോ. അങ്ങനെ അവൾ ആ ഒരു ഗ്രാമത്തിലേക്ക് വരികയാണ്. കൂടെ തന്നെ വക്കീലായിട്ടുള്ള ലിഡിയ ഉണ്ട്. ഈ സമയത്ത് റബേക്കയുടെ അടുത്തേക്ക് മറ്റേ ഒരു ക്രിസ്റ്റോ അതുപോലെ തന്നെ പാട്രിക്ക് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല വില തരാം, നിങ്ങളുടെ ആടുകളെയൊക്കെ ഞങ്ങൾക്ക് തരുമെന്ന്. റബേക്കയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവന്മാര് ആടിന് മേടിച്ചാൽ ഉറപ്പായിട്ടും അവറ്റകളെ അറുത്ത് ഇറച്ചിയാക്കി വെക്കും. ഈ സമയത്ത് റബേക്ക പറയണ, ഇല്ല ഐറ്റങ്ങളെ ഞാൻ തരാൻ പോകുന്നില്ല. മാത്രമല്ല അവളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഈ ക്രിസ്റ്റോ അതുപോലെ തന്നെ പാട്രിക്ക് ഇവരുടെ ഫാമിൽ വേറെ കുറെ ആടുകൾ ഉണ്ടായിരുന്നു. ഈ ആടുകളെ മുഴുവനായിട്ടും അവൾ മേടിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ഫാമിലേക്ക് ആ ആടുകളെ കൊണ്ടുവരികയാണ്. ഇപ്പൊ ആടുകളുടെ എണ്ണം ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. പുതിയ ആൾക്കാർ വന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ആ ഫാം അവസാനം പഴയതുപോലെ തന്നെ ആവുകയാണ്. പച്ചവിരിച്ച ആ വലിയ മൈതാനം, അതിന്റെ പല ഭാഗത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ആടുകൾ. ആ മേലെല്ലാം കഴിഞ്ഞാൽ ഇവര് നേരെ റബേക്കയുടെ അടുത്തേക്ക് വരും. റബേക്ക എന്താ ചെയ്യുക, എന്താണോ ജോർജ് ചെയ്തത് അതുപോലെ തന്നെ നല്ല നോവലുകൾ ഈ ആടുകൾക്ക് വായിച്ചു കൊടുക്കും. അച്ഛൻ എങ്ങനെയാണോ ഈ ആടുകളെ നോക്കിയത് അതുപോലെ തന്നെ റബേക്ക ആ ആടുകളെ നോക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ എല്ലാ ആടുകളും അവിടെ വന്നിരിക്കുകയാണ്, കഥ കേൾക്കാൻ പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വിന്റർ ഉണ്ടല്ലോ, അവൻ ആരും കൂടെ കൂട്ടില്ലല്ലോ. ഇപ്പൊ അവനെ ലില്ലി വിളിച്ച് അവളുടെ അടുത്തിരുത്തുകയാണ്. എന്നിട്ട് ലില്ലി വിന്ററിനോട് പറയണം, ഇനി മുതൽ നിന്റെ പേര് വിന്റർ എന്നല്ല ജോർജ് എന്നാണ്. നമ്മളെല്ലാവരും നിന്നിലൂടെയാണ് നമ്മുടെ ജോർജിനെ ഓർക്കാൻ പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ റബേക്ക കഥ വായിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബുദ്ധിമാനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ കുറിച്ചാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ലില്ലിയെ കാണിക്കുകയാണ്. അവിടെ ചെറിയൊരു കാറ്റ് വീശുന്നുണ്ട്, ഒരു ഇളം കാറ്റ്. ആ കാറ്റ് മുഖത്തായപ്പോൾ അവൾ നന്നായിട്ടൊന്ന് ചിരിക്കുകയാണ് കേട്ടോ. ആ കാറ്റിൽ അവളുടെ ജോർജ് ഉണ്ടായിരുന്നു. അവളുടെ അല്ല, അവരുടെ എല്ലാവരുടെയും ജോർജ്. അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ നേരിയ കാറ്റ് വീശിയപ്പോൾ ലില്ലി ഒന്ന് പുഞ്ചിരിച്ചത്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് മൂവി അല്ലേ. അതുപോലെ തന്നെ
ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡിറ്റക്റ്റീവ് മൂവി കൂടിയാണ്. അപ്പൊ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ ഈ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായ ആട് അതേതാണെന്നും കൂടെ പറയണം കേട്ടോ. എന്റെ ഫേവറേറ്റ് സെബാസ്റ്റ്യൻ ആണ്, രണ്ടാമത് ലില്ലി, മൂന്നാമത് മേപ്പിൾ, അതുപോലെ തന്നെ നാലാമത് വിക്രമനും മുത്തുവും. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ മറ്റൊരു കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.